2026 നിയമസഭാ ഇലക്ഷൻ. അപ്പൊ പിന്നെ വോട്ട് ചെയ്യാണ്ടിരുന്നാൽ എങ്ങനെയാ? വോട്ട് ചെയ്യാൻ പോവാം. ചേർത്തല മണ്ഡലത്തിൽ പേര് ചേർത്തതിന് ശേഷം എന്റെ ആദ്യത്തെ വോട്ട് കൂടിയാണിത്. ഉത്തരവാദിത്വം ഒരിക്കലും ലേറ്റ് ആക്കരുത് എന്നുള്ളത് കൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങി വോട്ടിംഗ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ദേ വരുന്നു ഒരാൾ. ഇവനെ ഈ ഏരിയയിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. എല്ലാ വീടുകളും അവന്റെ വീടാ. ആരോ വളർത്തിട്ട് ഉപേക്ഷിച്ചതാ. പക്ഷെ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് ഇവന്റെ. അതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ കാര്യമാണ്. ഇലക്ഷൻ ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു വലിയ ആഘോഷമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തോരണങ്ങളായി, ഫ്ലെക്സുകളായി, കൊടികളായി, പ്രചരണമായി, അങ്ങനെ ഇപ്പോൾ ഇലക്ഷൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആഘോഷമാണത്. അങ്ങനെ നമ്മൾ വോട്ടിടേണ്ട സ്ഥലത്തെത്തി. തിരക്ക് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടിയും കഴിഞ്ഞു. പക്ഷെ വോട്ട് ചെയ്തപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു വലിയ ചതിവ് പറ്റി. ദേ ആ കയ്യിരിക്കണം നോക്കിയേ. ഇതെന്താ, നെയിൽ പോളിഷ് അടിച്ചതാ? അച്ഛമ്മയാണ് നമ്മുടെ വീട്ടിൽ വോട്ട് ചെയ്തതിൽ ഏറ്റവും സീനിയർ സിറ്റിസൺ. അങ്ങനെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രോസസ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ടുള്ള വോട്ടും ഞങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി. അതിനിടയ്ക്ക് കുറച്ച് വിശേഷം പറച്ചില്. വോട്ട് ചെയ്ത് കഴിഞ്ഞും എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ കയ്യെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു. നല്ല ഭംഗിയിൽ ഇതുപോലെ നീണ്ട വരെ കിട്ടുന്നോർത്ത ഞാനിപ്പോൾ ആരായി. അങ്ങനെ വോട്ടിങ് കഴിഞ്ഞ് ഞങ്ങളുടെ കുറച്ച് ഷോപ്പിംഗ് പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഈ വോട്ടൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? വോട്ട് ചെയ്താൽ നമുക്കെന്ത് ഗുണം കിട്ടാനാ? ആര് വന്നാലും നമുക്കൊരു കാര്യമില്ല. പക്ഷെ അതങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾക്ക് പോലും രാഷ്ട്രീയം ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ലൈഫിലും ഇടപെടും. വോട്ടെന്ന് പറയുന്നത് നമ്മുടെ അവകാശം മാത്രമല്ല, നമ്മുടെ ശബ്ദമാണ്, നമ്മുടെ നിലപാടാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.